ഹലോ, എല്ലാവരും PSC പ്രിപ്പറേഷനൊക്കെ നല്ല തകൃതിയായിട്ട് പോകുന്നുണ്ടല്ലോ. ഇന്ന് എൻ്റെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് SCRT ഉണ്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങൾ, കറണ്ട് അഫെയർസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ PYQ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന്. നമ്മളെപ്പോഴുള്ള ടു ഡു ലിസ്റ്റ്. കുറച്ച് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നു, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇന്നലെ മിഞ്ഞാന്നത്തെ ഷോർട്സിൽ ഞാനൊരു ചെറിയ രീതിയിൽ PYQനെ പറ്റി പറഞ്ഞു, മുൻവർഷ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് PYQ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു പോയിൻ്റാണ്. ചില ആൾക്കാർ എന്നെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ഭയങ്കര മടിയായിരുന്നു, PYQ നോക്കാൻ ഭയങ്കര ഇഷ്ടക്കുറവ്, ഒരു ചടപ്പ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ എക്സാംസിന് PYQ വിട്ട് കളിക്കാനേ പാടില്ല. അത് എനിക്കിപ്പോൾ അടുത്താണ് മനസ്സിലായത്. നമ്മൾ PYQ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രം കൂടുന്നുണ്ട് എന്നുള്ളത്. എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ഹെൽപ്പാണ്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്, നമുക്ക് ഏതൊക്കെ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കാൻ PYQ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടൈം മാനേജ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട് അല്ലെ, ഓരോ ടോപ്പിക്കായിട്ട് റാങ്ക് ഫയൽ ആയിക്കോട്ടെ, SCRT ടെക്സ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ പഠിച്ച് ലാസ്റ്റ് എക്സാം ഹോളെത്തുമ്പം ഇതെങ്ങനെയാണ് ആദ്യ സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ള ചിന്തയായിരിക്കും അല്ലേ. പക്ഷേ PYQ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സൊക്കെ നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്ത് ടൈം മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് റിവിഷൻ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയാം. നമ്മൾ കുറേ ടോപ്പിക്സ് ഓൾറെഡി പഠിക്കുന്നുണ്ട്, ആ പഠിച്ചത് വീണ്ടും ഈ ക്വസ്റ്റ്യനായിട്ട് റിപ്പീറ്റ് വരുമ്പം നമുക്കത് മെമ്മറിയിൽ ഒന്നും കൂടെ ഒന്ന് ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് PYQs നോക്കാൻ മടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ എടുത്ത് കളയുക, അങ്ങനെയുള്ള ചിന്തകളൊക്കെ. അപ്പോൾ മാക്സിമം ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടുന്നതിന് വലിയ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ഒരുപാട് ടെലഗ്രാം ചാനലിൽ തന്നെ കറക്റ്റ് അതിൻ്റെ രീതിക്ക് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുക. നമുക്ക് എന്തായാലും ജോലി വാങ്ങണം. 2026 എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലൊരു വാശി വേണം, എന്നാലൊക്കെയുള്ളൂ നമുക്ക് കിട്ടും. അത്രയും കോമ്പറ്റീഷനാണ്. എന്തായാലും പഠിക്കണം, പഠിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. നമുക്കൊരു വാല്യൂ, മറ്റാർക്കും വേണ്ടെങ്കിലും നമുക്ക് ഒരു വാല്യൂ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.